മ്യാൻമറിൽ നിന്ന് പുറപ്പെട്ട 2 ബോട്ടുകൾ മുങ്ങി 500-ലധികം പേരെ കാണാതാവുകയും മരിച്ചതായി ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ അറിയിച്ചിരിക്കുന്നു. ദശാബ്ദങ്ങളായി തുടരുന്ന ക്രൂരമായ പീഡനങ്ങളും അക്രമങ്ങളും കാരണമാണ് റോഹിംഗ്യൻ ജനങ്ങൾ മ്യാൻമറിൽ നിന്ന് പലായനം ചെയ്യുന്നത്. പൗരത്വം നിഷേധിക്കപ്പെട്ടതും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതും ഒക്കെ അവരുടെ ജീവിതം തീർത്തും ദുസ്സഹമാക്കുന്നു. 2017-ലുണ്ടായ സൈനിക നടപടിയെ തുടർന്നാണ് വലിയൊരു കൂട്ട പലായനം നടന്നത്. ഇപ്പോഴും അവിടെ ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും അന്തരീക്ഷമാണ്. മ്യാൻമർ സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ്. ഇന്ത്യ, ചൈന, തായ്ലൻഡ് എന്നിവയാണ് അതിർത്തി രാജ്യങ്ങൾ. അവിടുത്തെ പ്രധാന വരുമാന സ്രോതസ്സുകൾ കൃഷിയാണ്, പ്രധാനമായും നെല്ലുൽപാദനം. ഇതുകൂടാതെ പ്രകൃതിവാതകം, ധാതുക്കൾ, വനവിഭവങ്ങൾ തുടങ്ങിയവയും പ്രധാന വരുമാന സ്രോതസ്സുകളാണ്. ഓങ് സാങ് സൂചി മ്യാൻമറിലെ ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ മുഖമായിരുന്നു. അവർ വർഷങ്ങളോളം വീട്ടുതടങ്കലിൽ കഴിയുകയും പിന്നീട് ജനാധിപത്യ സർക്കാരിന്റെ തലപ്പത്തേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ 2021-ലെ സൈനിക അട്ടിമറിയെ തുടർന്ന് വീണ്ടും അവർ തടവിലാക്കപ്പെടുകയും ചെയ്തു. അട്ടിമറിക്ക് ശേഷം അധികാരം പിടിച്ചെടുത്ത സൈന്യം തന്നെയാണ് ഇപ്പോൾ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. സിവിലിയൻ ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊന്നും അവിടെ ഫലം കാണുന്നില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തിന് പ്രധാനമായും പിന്തുണ നൽകുന്നത് റഷ്യയും ചൈനയുമാണ്. അവർ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങളും നയതന്ത്രപരമായ പിന്തുണയും നൽകുന്നുണ്ട്. മ്യാൻമറിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേരും ബമർ വിഭാഗക്കാരാണ്. അതുകൂടാതെ ഷാൻ, ഖരേൻ, റാഖിൻ, ചിൻ, കച്ചിൻ, മോൺ തുടങ്ങി നിരവധി വംശീയ ന്യൂനപക്ഷങ്ങളും അവിടെ താമസിക്കുന്നുണ്ട്. റോഹിംഗ്യ മുസ്ലിങ്ങളുടെ ചരിത്രം മ്യാൻമറിലെ റാഖിൻ മേഖലയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അറബ് പേർഷ്യൻ വ്യാപാരികളുടെ സ്വാധീനവും ബ്രിട്ടീഷ് ഭരണകാലത്തെ കുടിയേറ്റവും അവരുടെ ജനസംഖ്യ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. എങ്കിലും മ്യാൻമർ അധികാരികൾ അവരെ പൗരന്മാരായി അംഗീകരിക്കാൻ മടിക്കുന്നു. വർഷങ്ങളായി റാഖിൻ മേഖലയിൽ താമസിക്കുന്ന പലരും ഇപ്പോഴും മ്യാൻമർ പൗരന്മാരായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് അടിസ്ഥാനപരമായ അവകാശങ്ങളും സംരക്ഷണവും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 15 ലക്ഷം മുതൽ 20 ലക്ഷത്തിലധികം റോഹിംഗ്യ മുസ്ലിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടെന്നാണ്. ഇതിൽ വലിയൊരു ഭാഗം ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും ബാക്കിയുള്ളവർ മ്യാൻമറിനകത്തും മറ്റു രാജ്യങ്ങളിലുമായി കഴിയുന്നു. മ്യാൻമർ അധികാരികൾ അവരെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരായി കാണുമ്പോൾ റോഹിംഗ്യൻ ജനങ്ങൾ അവകാശപ്പെടുന്നത് തങ്ങൾ നൂറ്റാണ്ടുകളായി റാഖിൻ പ്രദേശത്ത് ജീവിക്കുന്ന തദ്ദേശീയരായ ഒരു ജനവിഭാഗമാണെന്നാണ്. ചരിത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് അവർക്ക് ബംഗാൾ മേഖലയുമായി ബന്ധമുണ്ടെന്ന് തന്നെയാണ്. എന്നാൽ അവരുടെ കൃത്യമായ ഉത്ഭവത്തെയും പദവിയെയും ചൊല്ലി ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നു. റോഹിംഗ്യൻ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയെ റോഹിംഗ്യൻ ഭാഷ എന്നാണ് വിളിക്കുന്നത്. ഇത് ഇൻഡോ ആര്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ്. ബംഗാളി ഉൾപ്പെടെയുള്ള ഭാഷകളുമായി ബന്ധമുണ്ട്. അവരുടെ അവസ്ഥ വളരെ ദുരന്തപൂർണമാണ്. എല്ലാ രാജ്യങ്ങളും അഭയാർത്ഥികളുടെ വരവിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാറുണ്ട്. ചിലർ അവരെ അതിർത്തികളിൽ വെച്ച് തടയുകയോ കടലിൽ വെച്ച് തന്നെ തിരിച്ചയക്കുകയോ ചെയ്യാറുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളും സാമ്പത്തിക ഭാരവും ഒക്കെയാണ് ഇതിന് കാരണമായി പറയുന്നത്. ഏകദേശം 12 ലക്ഷത്തോളം റോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും മ്യാൻമറിനുള്ളിൽ അഭയാർത്ഥികളായിട്ടും അവിടെ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. 1989-ൽ അവിടുത്തെ ഭരണകൂടമാണ് ബർമ എന്ന പേര് മാറ്റി മ്യാൻമർ എന്നാക്കി മാറ്റിയത്. പേര് മാറ്റാനുള്ള പ്രധാന കാരണം ബർമ എന്ന പേര് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും അത് പ്രതിനിധീകരിക്കുന്നില്ലെന്നുമായിരുന്നു. ബർമീസ് ഭാഷയിൽ രാജ്യത്തിന് മ്യാൻമ എന്നാണ് പറയുന്നത്. ബർമ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ കീഴിലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ 3 ഘട്ടങ്ങളിലായി ബ്രിട്ടീഷുകാർ ബർമ പിടിച്ചെടുക്കുകയും കുറച്ചു കാലം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി ഭരിക്കുകയും ചെയ്തു. പിന്നീട് 1937-ൽ അത് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ബർമയിൽ പല രാജവംശങ്ങളും ഭരിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി കോൻബോങ് രാജവംശമായിരുന്നു രാജ്യത്തിന്റെ അധിപന്മാർ. അന്നത്തെ കാലത്ത് ഇതൊരു ശക്തമായ സാമ്രാജ്യമായിരുന്നു. ബർമയുടെ സംസ്കാരത്തെയും ജീവിതത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ബുദ്ധമതത്തിന് വലിയ സ്ഥാനമുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്ന പഗോഡുകളും സന്യാസിമാരുടെ സാന്നിധ്യവും ഇതിന്റെ തെളിവാണ്. റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.